കൊല്ലം കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ ഭാഗമായി സ്ഥാപിച്ച മറൈൻ അക്വേറിയത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കൊല്ലം ബീച്ചിന് സമീപത്തെ ഈ മറൈൻ അക്വേറിയം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. നാളിതുവരെയും യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇത് പുനർനിർമ്മിക്കാനുള്ള യാതൊരു നടപടിയുമില്ല. മറൈൻ അക്വേറിയത്തിൽ വിവിധ വർണ്ണങ്ങളിലുള്ള അല്ലെങ്കിൽ വർണ്ണ അലങ്കാര മത്സ്യങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പിരാന അടക്കമുള്ള വലിയ മത്സ്യങ്ങളുടെയൊക്കെ ശേഖരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് തുറന്നു കാണാനുള്ള സാഹചര്യമില്ല. എന്താണ് സംഭവിച്ചത്, എന്താ ഈ ഒരു മറൈൻ അക്വേറിയത്തിന് സംഭവിച്ചത്, ഈ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും കാട് മൂടിയ അവസ്ഥയിലാണ് ഈ പ്രദേശത്തേക്ക് നമുക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ കാട് മൂടിയ അവസ്ഥയിലാണ് കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിലായിരുന്ന ഈ സ്ഥലം. ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ടാണ് കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ മായക്കാഴ്ച ഒരുക്കിക്കൊണ്ട് ഈ മറൈൻ അക്വേറിയം പ്രവർത്തനം ആരംഭിച്ചത്. കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന സഞ്ചാരികളടക്കം നിരവധി പേരായിരുന്നു ആ സമയങ്ങളിൽ ഈ വർണ്ണ മത്സ്യങ്ങളെ കാണാനും ഈ ഒരു സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ എത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി ഈ മറൈൻ അക്വേറിയം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കാട് മൂടിയ നിലയിലാണ് ഈ ഒരു മറൈൻ അക്വേറിയത്തിന്റെ പകുതി മുക്കാൽ കെട്ടിടങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് നന്നാക്കാനോ അല്ലെങ്കിൽ പുനർനിർമ്മിക്കാനോ യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇവിടെ എത്തുന്ന സഞ്ചാരികളൊക്കെ തന്നെ പലപ്പോഴും വർണ്ണ മത്സ്യങ്ങളുടെ ഈ ഒരു കാഴ്ച കാണാനായി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ന പരാതിയും നാട്ടുകാർക്കിടയിലും അതുപോലെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കിടയിലുമുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ ഏറ്റവും വലിയ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഒരുപാട് മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മത്സ്യങ്ങളൊക്കെ ഇപ്പൊ എവിടെ, അല്ലെങ്കിൽ ഈ മത്സ്യങ്ങളെ സംരക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ? ഇക്കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കൊല്ലം കോർപ്പറേഷന്റെ ഭരണ സമിതിയാണ് അല്ലെങ്കിൽ വികസന സമിതിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് രൂപം കൊടുത്തിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള വികസനങ്ങളോ ഇവിടെ നടത്താൻ സാധിച്ചില്ല. ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ഭരണസമിതി കൊല്ലം കോർപ്പറേഷനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ വികസനം എന്ന് പറയുന്നത് വെറും വാഗ്ദാനങ്ങളിൽ മാത്രമാകാതെ വികസനം സാക്ഷാത്കരിക്കാൻ പുതിയ സമിതിക്ക് കഴിയട്ടെ. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.